പറ്റുള്ളൂ. റൂഹുൽ ബയാനിലെത്തി. ഈ രൂപത്തില് നിങ്ങൾക്ക് എന്താ പറ്റിയതെന്നറിയോ? ആരാണ് റൂഹുൽ ബയാനിന്റെ മുസന്നിഫ് എന്നറിയോ? നിങ്ങൾ ശിർക്കാക്കാൻ വേണ്ടി, മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ വേണ്ടി ഓതുന്ന ഇൻതദൂഹും എന്ന ആയത്ത് വിശദീകരിച്ച് അല്ലാമ ഇസ്മായിലുൽ ഹിക്കി പറഞ്ഞത് വഹാദാ ബിഖിലാഫി തവജ്ജുഹി ഇലാ റൂഹാനിയത്തിൽ അംബിയാഇ വൽ ഔലിയാ. ഇത് ശിർക്കല്ല. അംബിയാക്കൾ ഔലിയാക്കളോട് ഇസ്തിഗാസ ചെയ്യുന്നത് ശിർക്ക, വലൈസ ബിശിർകിൻ നസ്ല. അത് ശിർക്കേ അല്ല, ബൽ ഹുവ ഐനു തൗഹീദ്. അത് തൗഹീദ് തന്നെയാണ് എന്നാണ് റൂഹുൽ ബയാൻ പറഞ്ഞത്. മറച്ചു വച്ചല്ലേ വായിച്ചത്? ഞാൻ ചോദിക്കുന്നു, ഈ തോട്ടുമുഖത്ത് വന്ന് ഇമാം ഇസ്മായിലുൽ ഹിക്കിയുടെ ആ റൂഹുൽ ബയാൻ എന്ന് വായിച്ചു കൊടുക്കാൻ ആണത്തമുണ്ടോ ദാരിമി? ഞങ്ങൾ കയ്യിലങ്ങി തരാം. ഇതാ റൂഹുൽ ബയാൻ ഇൻതദൂഹും എന്നതിന്റെ തഫ്സീർ വായിച്ചു കൊടുക്കും. നിങ്ങൾ എന്റെ ചോദ്യം ആവർത്തിക്കുന്നു. റബീഅ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണോ? ചോദ്യം ഒന്നുകൂടി പറയുന്നു. ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ലെന്ന് ദബ്ബദാരിമി, ചോദിക്കാമെന്ന് സക്കരിയ ജബ്ബാർ മൗലവി. ജബ്ബാറും സക്കരിയയും മുശ്രിക്കാണോ? തൊട്ടില്ലല്ലോ. എന്തേ തൊടാത്തത്? ഇപ്പൊ എവിടെ? റബിയ തങ്ങൾ പോയി. ഇപ്പൊ മൂപ്പര് എത്തിപ്പെട്ട കൂട്ടേതാ? മുജാഹിദ്. നോക്കുമ്പോ അത് അതിലും വലിയ മുശ്രിക്കുകളായി പോയി. അവിടെ എത്തിയത് ജിന്നിനോട് ചോദിക്കാൻ പാടില്ല മൂപ്പര്. നമ്മളെ സ്വലായിയോ ചോദിക്കണീന് ഒരു കുഴപ്പമില്ല. ഇതാ പറയുന്നു, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ, വഴിയറിയാത്ത മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ആൾ, എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന് വിളിച്ചാൽ അത് പ്രശ്നമില്ല, അത് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല എന്ന് ജബ്ബാർ മൗലവി, ആ മലക്കാണെങ്കിലും ചിന്നാണെങ്കിലും ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജബ്ബാർ മൗലവിയും സക്കരിയയും മുശ്രിക്കാണോ? റബിയ തങ്ങൾ മുശ്രിക്കാണോ? ഇപ്പൊ ആകെ കുടുങ്ങി. കാരണം എന്താ? എത്തിയ പടയും ശിർക്കിന്റെ പട. രണ്ടാരൊന്ന് പറയണം.